നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മിഴിയോരം. ഇന്ന് മിഴിയോരത്തിൽ എൻ്റെ അതിഥി ഇവിടെ എത്തിയിരിക്കുന്ന ക്വില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനാണ്. ഏതൊരു ആർട്ട് ഫോമിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ ക്വില്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നില്ലേ? അതിനെ ഞാൻ ഇന്ന് എൻ്റെ അതിഥിയെ സ്വാഗതം ചെയ്യുന്നു, ജ്യോതി വിനോദ്. നമസ്കാരം ജ്യോതി, വെൽക്കം ടു മിഴിയോരം. എന്താണ് ഈ ക്വില്ലിംഗ് എന്ന് പറയുന്നത്? ക്വില്ലിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പഴയ ഒരു ആർട്ട് ഫോമാണ്. പക്ഷെ ഇപ്പോഴാണ് അത് കൂടുതൽ പബ്ലിക്കിലേക്ക് പ്രചാരം വന്നൊരു ആർട്ട് ഫോമാണ്. അപ്പൊ ബേസിക്കലി ക്വില്ലിംഗിൽ നമ്മൾ ക്വില്ലിംഗ് സ്ട്രിപ്സ് അഥവാ പേപ്പർ വെച്ചിട്ട് അതിനെ റോൾ ചെയ്ത് പലതരം ഷേപ്പുകളിൽ പ്രസ് ചെയ്ത് ഗ്ലൂ ചെയ്തിട്ട് പലതരം ഡിസൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് ക്വില്ലിംഗ്. അതിപ്പോ നിങ്ങൾക്ക് കാണാം, എൻ്റെ മുന്നിൽ ഇത്രയും ഐറ്റംസ് ഇട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജ്യോതി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും ക്വില്ലിംഗ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലേ ജ്യോതി? ജ്യോതി, ഇത് ഈ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ഡെവലപ്പ്? നേരത്തെ വേറെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം? ഞാൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് ജ്വല്ലറി മേക്കിംഗ്, ബീഡഡ് ജ്വല്ലറി മേക്കിംഗ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ക്വില്ലിംഗ് ഞാൻ ഇങ്ങനെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ക്വില്ലിംഗ് എന്നുള്ള ഒരു ആർട്ട് ഫോം കണ്ടു. ഞാനത് പഠിക്കാൻ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു എങ്ങനെയാണ് ക്വില്ലിംഗ്, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ. പക്ഷെ നാട്ടിലൊന്നും ആരും പഠിപ്പിച്ചില്ല. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയിട്ടും പിന്നെ ഇവിടെ എൻ്റെ ഒരു മനീഷ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, ഷീ ടോട്ട് മീ ക്വില്ലിംഗ്. അപ്പോൾ ക്വില്ലിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി അഡിക്റ്റീവ്. അതിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പല പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു ഇപ്പോൾ. ആൻഡ് ഐ എം thoroughly enjoying quilling. ഓരോ മൂവ്മെന്റ് അല്ലേ? കുറച്ച് സമയം നമ്മൾ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഷുവർ, നമുക്ക് സമയം വേണം, പിന്നെ പേഷ്യൻസ് വേണം. ലൈക്ക് എനി അതർ ആർട്ട് ഫോം, പേഷ്യൻസ് ഇസ് വെരി എസെൻഷ്യൽ ഇൻ ക്വില്ലിംഗ്. അതെ, അത് ഇവിടെ വരുന്ന പലരും പറയുന്നതാണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒരു ഇൻട്രസ്റ്റ് പോലും വരത്തില്ല. പേഷ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അന്നേരം നമുക്ക് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പെർഫെക്ഷൻ വരത്തുള്ളൂ. ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് ഓരോന്നോരും ഇവിടെ കുറെ ഐറ്റംസ് നിങ്ങൾക്ക് കാണില്ല. അപ്പം നിങ്ങൾക്ക് ക്വില്ലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, ഇത് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 2 നമ്പേഴ്സ് വിളിക്കാവുന്നതാണ്. ജ്യോതി നമ്മളോടൊപ്പം നെക്സ്റ്റ് 1 hour ഇവിടെ ഉണ്ട് സ്റ്റുഡിയോയിൽ. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഹെയർ പിൻസ് ആണ് ക്വില്ലിംഗ് കൊണ്ട് ചെയ്ത്, അല്ലെ? ഹെയർ ക്ലിപ്സ്. ഇതെങ്ങനെയാണ് ജ്യോതി ചെയ്തത് ഒന്ന് പറയോ? ലൈക്ക് ജസ്റ്റ് ഒന്ന്. ഇത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന ടിക് ടാക് ടോ ക്ലിപ്സ് എന്ന് പറയും. നമ്മൾ ജനറലി കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ക്ലിപ്സ് ആണിത്. അതിൽ ഞാൻ ക്വില്ലിംഗ് സ്ട്രിപ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ഇതെങ്ങനെ സ്റ്റിക്ക് ആയിട്ടിരുന്നത്? അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇരുന്നത്. അതല്ലാണ്ട് പെയിന്റിംഗ് പേപ്പറിൽ നമ്മൾ പെയിന്റിംഗ് ഇല്ല, പേപ്പറിൽ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കളേർഡ് പേപ്പർ സ്ട്രിപ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പം പേപ്പറിൽ നമ്മൾ പെയിന്റ് ചെയ്യേണ്ട ആവശ്യം ജനറലി വരുന്നില്ല. എക്സെപ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേപ്പറിൽ പെയിന്റ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലേ? അപ്പം ഇതിന്റെ ഒരു വേറെ ഒരു പെയറാണ്, അല്ലേ? പെയർ. കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെയർ ക്ലിപ്പ് ആണ് ക്വില്ലിംഗ്, പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്ത്. ജ്യോതി, ഇതൊരു റിംഗ് അല്ലേ? ഫിംഗർ റിംഗ് ആണ്. നല്ല പ്രിറ്റി ക്യൂട്ട് ആയിട്ടുള്ള ഫിംഗർ റിംഗ്സ് ആണ്. അങ്ങനെ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് വേറെ ഒരു, ദിസ് ഇസ് സംതിങ് റിയലി ഡിഫറെന്റ്. പേപ്പർ ക്വില്ലിംഗ് ആണ്. ഇതെന്താ? അതും പേപ്പർ ക്വില്ലിംഗ് ആണ്. അത് മെറ്റാലിക്, നമ്മൾ ഗോൾഡൻ കളേർഡ് മെറ്റാലിക് പേപ്പർ സ്ട്രിപ്പ് എന്ന് പറയും. ആ മെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഫിംഗർ റിംഗ് അതിന്റെ ചുറ്റും പേൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേപ്പർ ഒന്ന് കാണാൻ പറ്റും. ഇത് എങ്ങനെയാണ് അവൈലബിൾ? പേപ്പർ പലതരം പേപ്പേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പേപ്പറിന് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് അപ്പോൺ ദ തിക്നെസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പേപ്പേഴ്സിനെ. ബേസ്ഡ് അപ്പോൺ ദ വിഡ്ത്ത് ഓഫ് ദ പേപ്പർ, ബേസ്ഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ പേപ്പർ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ പേപ്പർ സ്ട്രിപ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് 17 ഇഞ്ച് ലെങ്ത് ഉള്ള പേപ്പറാണ്. ലെങ്ത് 17 ഇഞ്ച് ലെങ്ത്. ദിസ് ഇസ് 17 ഇഞ്ച് ലെങ്ത് പേപ്പർ. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിൽ ഒരു ബണ്ടിലായിട്ട് കിട്ടും. ഇത് ഓക്കെ, ദിസ് ഇസ് 1 bundle, 100 strips in a packet. All right. Okay. ഇത് 13 ഇഞ്ച് ലെങ്ത് ഉള്ള പേപ്പർ ആണ്. This is 50 strips in a packet. Okay. വേറെ കൈൻഡ് ഓഫ് papers based on the length 13 inch and 17 inch. That is the length. പിന്നെ നമുക്ക് കളേഴ്സ്, അതായത് സോളിഡ് കളേഴ്സ് കിട്ടും. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, അങ്ങനത്തെ പല ഷെയ്ഡ്സ്. പിന്നെ അതായത് ഇങ്ങനത്തത് ബ്ലാക്ക്, വൈറ്റ്, ഓക്കെ, ഓരോ കളേഴ്സ്, വയലറ്റ്, ബ്ലൂ, സിംഗിൾ കളേർഡ് ഇങ്ങനെ സ്ട്രിപ്സ് സ്ട്രിപ്സ് ആർ അവൈലബിൾ in different colors. ഏതൊക്കെ കളർ നമുക്ക്, അല്ലേ? എല്ലാ കളേഴ്സ്, around 42 colors available in the market. Okay, ഇതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേപ്പർ സ്ട്രിപ്സ് അവൈലബിൾ ഇൻ സിംഗിൾ കളേഴ്സ്. പിന്നെ ഏകദേശം എല്ലാ കളറും ഉണ്ട്. അതെ, പിന്നെ ഇത് വന്നിട്ട് ഒരു പാക്കിൽ തന്നെ മൾട്ടി കളേർഡ്
അതായത് ഇപ്പൊ ലൈറ്റ് ബ്ലൂ തൊട്ട് ഡാർക്ക് ബ്ലൂ വരെ സെപ്പറേറ്റ് സ്ട്രിപ്സ് ആയിട്ട് 10 ഒരു ഷെയ്ഡിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്. ഒരു ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈറ്റ് ബ്ലൂ, കുറച്ച് ഡാർക്ക്, അങ്ങനെ സ്കൈ ബ്ലൂ, അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ഇത്. പിന്നെ വേറൊരു വെറൈറ്റി വന്നിട്ട് ഇത് മാർക്കറ്റിൽ ഇപ്പൊ ഈ ഇടയെ വന്ന ഒരു വെറൈറ്റിയാണ്. അതായത് ഡബിൾ ഷെയ്ഡഡ്, ഒരു സൈഡിൽ വൈറ്റ് പിന്നെ ഒരു സൈഡിൽ വേറൊരു കളർ. ഓക്കെ, ദിസ് ഇസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേപ്പർ സ്ട്രിപ്പ്. അതിന്റെ ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്, അതിന്റെ മറ്റേ ഭാഗം എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേർഡ് strips you can see on this. This is a different kind of colored strip available, white with different multi-colored. This also comes in a packet of 100 papers. Okay. 100 strips. 100 strips available ആണ് ഈ ഒരു പാറ്റേണിൽ. ഓക്കെ, ഇത് വന്നിട്ട് ഡബിൾ ഷെയ്ഡഡ് പേപ്പർ. അതായത് ഫോർ എക്സാമ്പിൾ യെല്ലോ ആൻഡ് ഓറഞ്ച്, ഓക്കെ, ക്രീം ആൻഡ് ഗ്രീൻ, അങ്ങനെ ഡബിൾ ഷെയ്ഡഡ്. നമ്മൾ ആദ്യം കണ്ട സിംഗിൾ ഷെയ്ഡഡ് ആയിരുന്നു, ഇത് ഡബിൾ ഷെയ്ഡഡ്. ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ട്. പേർപ്പിളിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ്, യെല്ലോ ഗ്രീൻ, പിങ്കിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ്, യെല്ലോ ഓറഞ്ച്, അതുപോലെ ഗ്രീനിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ്. ഇതെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഓൾറൈറ്റ്. ഇത് വന്നിട്ട് ഷെയ്ഡഡ്, അതായത് ഒരേ കളറിന്റെ ലൈറ്റ് ഷെയ്ഡ് തൊട്ടിട്ട് ഡാർക്ക് ഷെയ്ഡ് വരെ, ലൈറ്റ് വയലറ്റ് ടു ഡാർക്ക് വയലറ്റ്, അതുപോലെ ലൈറ്റ് ഗ്രീൻ ടു ഡാർക്ക് ഗ്രീൻ, അങ്ങനെയുള്ള സ്ട്രിപ്സ്, ഗ്രേഡിയന്റ് സ്ട്രിപ്സ് എന്ന് പറയുന്നത്. These are called gradient strips. Like purple aanengi from light to dark. Same with orange, green, brown, light green. Ella adu thanne. Yeah. ഇത് വേറൊരു ടൈപ്പ്. അതായത് രണ്ട് അറ്റത്തിലും ഒരേ കളർ, നടുവിൽ വേറൊരു കളർ. ഓ, എത്ര വെറൈറ്റി ഓഫ് പേപ്പർ സ്ട്രിപ്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പേപ്പർ ക്വില്ലിംഗ് ചെയ്യുന്നത്. ഇതിന്റെ സൈഡ്സ് ആർ സെയിം കളേഴ്സ് അല്ലേ ജ്യോതി? അതെ, രണ്ട് സൈഡും സെയിം കളർ, മിഡിലിൽ മാത്രം ഡിഫറെന്റ് കളേഴ്സ്. സീ, ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ലെങ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തു, പിന്നെ ബേസ്ഡ് ഓൺ ദ കളേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി ബേസ്ഡ് ഓൺ ദ തിക്നെസ് നമുക്ക് പേപ്പറിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ പേപ്പറിന്റെ കട്ടി എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ 60, നമ്മൾ പേപ്പറിന്റെ കട്ടി മെഷർ ചെയ്യുന്നത് GSM എന്ന് പറഞ്ഞ ഒരു അളവാണ്. നമ്മൾ സെന്റിമീറ്റർ, മീറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ പേപ്പറിന്റെ തിക്നെസ് കംസ് ഇൻ GSM. അപ്പോൾ ദ ഹയർ ദ GSM, നമ്മളിപ്പോ 70 GSM കിട്ടും പേപ്പർ, 80 GSM കിട്ടും, 120 GSM കിട്ടും, 160 GSM കിട്ടും. 160 GSM പേപ്പർ വിൽ ബി തിക്ക്. അത് എന്തിനാ ഈ തിക്ക് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഈ പേപ്പർ റോൾ ചെയ്തിട്ട് അതിനെ പ്രസ് ചെയ്ത് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കും. അപ്പൊ ഷേപ്പ് പേപ്പർ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ പേപ്പറിന് ഒരു മിനിമം കട്ടി വേണം. അല്ലെങ്കിൽ അത് നമ്മൾ പ്രൊജക്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പ് ലൂസ് ആയി പോകും. നമ്മൾ പേപ്പർ എപ്പോഴും നമ്മൾ ഹൈ ക്വാളിറ്റി പേപ്പർ വിൽ ബി ഹൈ GSM. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും 160 GSM തിക്നെസ് ഉള്ള പേപ്പറാണ്. ദാറ്റ് ഈസ് ഹയസ്റ്റ് ക്വാളിറ്റി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫുൾ നല്ല ഒരു എന്താ പറയാ ഷേപ്പ് നന്നായിട്ട് റീറ്റെയിൻ ചെയ്തൊരു നല്ല ഫീൽ വരും. ഓക്കെ ജ്യോതി, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഇത് ഷാർജീസ് ആണ്. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? രജിത. ഓക്കെ രജിത, സംസാരിച്ചോളൂ ജ്യോതിയോട്. ഹലോ രഞ്ജിത. ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ഏത് ഷോപ്പിലാണ് കിട്ടുന്നത്? ഇല്ല, ഞാൻ എന്റെ പേപ്പേഴ്സ് ഒക്കെ നാട്ടിൽ എനിക്ക് സപ്ലയർ ഉണ്ട്, അവിടെ നിന്ന് വരുത്തിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല, ഇത്ര വെറൈറ്റീസ് ഓഫ് പേപ്പർ ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ ഓക്കെ, ഈ പ്രോഗ്രാം വളരെ നന്നാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, രജിത കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, താങ്ക്സ് എ ലോട്ട് രജിത വിളിച്ചതില്. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. ജ്യോതി, നമ്മൾ പേപ്പേഴ്സ് കളേഴ്സ് ഡിഫറെന്റ് അല്ലേ, ബേസ്ഡ് ഓൺ കളേഴ്സ് സൈസിനെ കുറിച്ച് അല്ല, ഇപ്പൊ നമ്മൾ തിക്നെസ് ഓഫ് ദ പേപ്പർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഷോ യു, ഹയർ ദ GSM the better the quality of the paper. യെസ്, ഇത് വന്നിട്ട് ഒരു 80 GSM. പ്രേക്ഷകർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഫീൽ ഇറ്റ്. ഇത് വന്നിട്ട് 80 GSM തിക്നെസ് ഉള്ള ഒരു പേപ്പറാണ്. വളരെ കനം കുറഞ്ഞ, വളരെ കട്ടി കുറഞ്ഞത്, കട്ടി കുറഞ്ഞ ഓൾറൈറ്റ് ഒരു പേപ്പറാണ്. തിക്നെസ് വളരെ കുറവാണ്. ഇത് 160 GSM തിക്നെസ് ഉള്ള പേപ്പറാണ്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് ഫീൽ ചെയ്യാൻ? യെസ്, കുറച്ചുകൂടെ തിക്കാണ് ഇത്. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ 160 GSM
ഇതില്ലേ ഈ ഒരു ലൈറ്റ് പിങ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് GSM ഉള്ള അല്ലേ? 80 GSM ഉള്ള. ഇത് എനിക്ക് നമ്മളിങ്ങനെ വലിച്ച ഉടനെ അതങ്ങ് പൊട്ടിപ്പോകും മാത്രമേ നമ്മൾ ഷേപ്പ് റീറ്റെയിൻ ചെയ്യത്തില്ല. Alright. അത് ഷേപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഇനി പ്രോസസ്സ് ചെയ്യുമ്പോൾ പ്രഷർക്ക് This one നമുക്ക് നമ്മുടെ ഡിസൈർഡ് ഷേപ്പിൽ ചെയ്തെടുക്കാം. അതെ, It will stay also. that is it. നമ്മൾ അതിന് ഷേപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. Alright. നമുക്ക് ഒരു കോളർ ഉണ്ട് ജ്യോതി. ഹലോ ഹലോ ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാജി. ആ രാജി സംസാരിച്ചോളൂ. എവിടുന്ന് വിളിക്കുന്നത് രാജി? ഞാൻ കിസേച്ചി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പ്രോഗ്രാം മിക്കവാറും കാണാറുണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു. ഓക്കെ, ജ്യോതി ക്ലാസ് എടുക്കുന്നുണ്ടോ? ഞാൻ ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എവിടെയാണ് സ്ഥലം അറിയണമെങ്കിൽ എങ്ങനെ കിട്ടും? ഞാൻ ഷാർജയിലാണ് താമസം. ഷാർജ അൽനാദയിലാണ് താമസം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ തരും രാജി. info@ntvua.com മെയിൽ ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അതുകൂടാതെ ജ്യോതിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, JV Creations എന്ന് പറഞ്ഞ്. എങ്ങനെയാണ് ക്ലിയർ ആയില്ല? JV Creations. യാ. ജ്യോതിയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവിടെ മെയിൽ അയക്കാം, അല്ലെങ്കിൽ info@ntvua.com അയച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് രാജി. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ തിക്നെസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പേപ്പറിന്റെ. 2 ഡിഫറെന്റ് തിക്നെസ് ഉള്ള സെയിം ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ആൻഡ് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ഉള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവേ ജ്യോതി ഇതാണോ ഉപയോഗിക്കുന്നത്? ഞാൻ 160 GSM പേപ്പറാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനീഷ്യലി ഞാൻ 80 GSM ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബട്ട് 160 GSM യൂസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഞാൻ 160 GSM തന്നെ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 80 GSM ഇപ്പം തീരെ ഉപയോഗിക്കാറില്ല? ഇല്ല, ഞാൻ 80 GSM ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഈ പേപ്പറും പിന്നെ വേറെ പേപ്പർ, അതുകൂടാതെ വേറെ എന്ത് ഐറ്റംസ് ആണ് നമ്മളിപ്പം ബേസിക് ക്വില്ലിംഗ് ടൂൾ ആണിത്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് സ്ലോട്ടഡ് ടൂൾ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ദ സ്ലോട്ടഡ് ടൂൾ. ഇതിനൊരു ഹാൻഡിൽ ഉണ്ടാവും, പിന്നെ ഒരു നീഡിൽ പോലെ. ആ നീഡിൽ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ പേപ്പറിനെ ഫിക്സ് ചെയ്യുന്നത്. ഈ നീഡിലിന് ഒരു സ്ലിറ്റ് ഉണ്ട്. സോ പേപ്പർ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. പേപ്പർ ഏതൊക്കെ രീതി നമുക്ക് ചെയ്യാം? റോൾ ചെയ്യാം. ഫസ്റ്റ് പ്രോസസ്സ് റോൾ ചെയ്യാണ്. റോൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കുന്നത്, പല രീതിയിലുള്ള ഷേപ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഒരു സ്റ്റൂള്. പിന്നെ അടുത്ത ടൂള് അതേ ഉള്ളൂ. ഇതേ ഉള്ളൂ മെയിൻ ടൂൾ. ദാറ്റ് ഈസ് ദ മെയിൻ ടൂൾ. ഇഫ് യു ഹാവ് പേപ്പർ ആൻഡ് ദ സ്ലോട്ടഡ് ടൂൾ, നമുക്ക് ക്വില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് നോർമൽ നമ്മുടെ കടയിൽ കിട്ടുന്ന വൈറ്റ് ഗ്ലൂ, ഏത് സ്റ്റേഷനറിയിലും കിട്ടും വൈറ്റ് ഗ്ലൂ. വെരി യൂഷ്വൽ നോർമൽ ഫെവിക്കോൾ. പിന്നെ ഇത് നമ്മുടെ സ്റ്റെൻസിൽസ് ഷേപ്പ്, ഐ മീൻ എന്താ പറയുക, നമ്മൾ കോയിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കോയിൽസും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കർ ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അത്. ഇത് അത്യാവശ്യം അല്ല. ഓക്കെ, ജസ്റ്റ് ഈ സ്റ്റാർട്ടേഴ്സിന് വെറുതെ സ്ലോട്ടഡ് ടൂളും പേപ്പറും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് ക്രിംപർ എന്ന് പറയും. ഇത് പേപ്പറിന് നമുക്കൊരു കൊറുഗേറ്റഡ് ഷേപ്പ് കൊടുക്കും, അതായത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇപ്പം ഇവിടെ ജ്യോതി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഇതൊരു കാൻഡിൽ ഫ്രിഞ്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. ശരിക്കും ഇതൊക്കെ ചെയ്യാൻ എത്ര നേരം എടുക്കും ജ്യോതി? ഈ ഒരു കാൻഡിൽ ഫ്രിഞ്ച് ഒരു 2 hours. 2 hours. ഓക്കെ, വെരി പ്രിറ്റി വൺസ്. നമ്മൾ കടയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് ശരിക്കും കാണുമ്പോൾ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചെയ്യുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആണ്, സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് പോകും. അതെ. ആൻഡ് യു റിയലി നീഡ് ടു ഹാവ് എ ഗുഡ് അല്ലേ, ഒരു ഇത് വേണം അല്ലേ. ബട്ട് വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് ബേസിക് ഷേപ്സ്. എപ്പോഴും നമുക്ക് ബേസിക് ഷേപ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും ഈ കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് നോട്ട് സോ ഡിഫിക്കൽട്ട് ആസ് ഇറ്റ് സീംസ്. അതെ, കാണുമ്പോൾ വളരെ ഇൻട്രിക്കേറ്റ്, നമുക്ക് കുറേ സമയം എടുത്തൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നും. ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലുക്കിംഗ് റിയലി പ്രിറ്റി. ശരിക്കും പ്രിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. വേറെ നമ്മളുടെ വാൾ ഹാങ്ങിങ്സ്, ജ്യോതി ചെയ്ത ഒരു വാൾ ഹാങ്ങിങ് ആണിത്. വെരി ഡിഫറെൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിലും വെക്കാം അല്ലേ? സ്റ്റാൻഡും ഇവിടെ ജ്യോതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു പീകോക്ക് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു സ്റ്റാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാളിൽ ഡയറക്റ്റ്ലി നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാൾ ഹാങ്ങിങ് ആണ്. അതുപോലെ ഡിഫറെൻറ്റ് വാൾ ഹാങ്ങിങ്സ് വിത്ത് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ഡിസൈൻസ് ജ്യോതി ഇവിടെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഇസ് വൺ. അനദർ വൺ. ഈ ഡിസൈൻസ് ഒക്കെ ജ്യോതി സ്വന്തമായിട്ട് സ്വന്തമായിട്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഇന്റർനെറ്റിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഞാൻ ഒരുപാട് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യും, പിന്നെ ഇൻട്രസ്റ്റ് നോക്കും, പല ആർട്ടിസ്റ്റിന്റെയും പേജസ് നോക്കും. അങ്ങനെ കുറെ നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ഓക്കെ,
അപ്പം തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? ഷുവർ. ജ്യോതി ഇതിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു ഞാൻ എടുക്കുന്നുണ്ട്, ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാറില്ല, പക്ഷെ ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാലും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ എത്ര ക്ലാസ്സസ് വേണ്ടി വരും? ബേസിക് ഇറ്റ് ക്യാൻ ടേക്ക് 3 hours ഒരു ബേസിക്. ഓക്കെ. ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കോയിൽസ്, എങ്ങനെ ടൂൾ യൂസ് ചെയ്യണം, എങ്ങനെ ഗ്ലൂ യൂസ് ചെയ്യണം, അതൊക്കെ പഠിക്കാൻ ഒരു 3 hours മതിയാവും. ഇത് വേറെ ഒരു നമ്മളുടെ ലാമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്, പക്ഷെ അതിൽ ജ്യോതി വളരെ ഭംഗിയായിട്ട് ഫ്ലവേഴ്സ്, ലീവ്സ്, ഡിഫറെൻറ്റ് കളേഴ്സും കൊണ്ടൊക്കെ ചെയ്തൊരു ലാമ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. റെഡ്, ഗ്രീൻ, ഡിഫറെൻറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആൻഡ് യെല്ലോ ലീവ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയുണ്ട്. ഇപ്പം നമ്മളൊരു ലാമ്പ് വാങ്ങിക്കുന്നതിനേക്കാളിലും വളരെ ഡിഫറെൻറ്റ് ലുക്കാണ് ഇതിന്. കാരണം എസ്പെഷ്യലി ഇത്രയും ഇൻട്രിക്കേറ്റഡ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത് ജ്യോതി നല്ല രസമായിട്ട് ഇത് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. ഇത് വളരെ ഭംഗിയുള്ള ഒരു സെന്റർ പീസ് അതെ തീർച്ചയായിട്ടും ഇന്റീരിയർ ഡെക്കോറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ. അതെ. ദിസ് ഇസ് അനദർ കാൻഡിൽ. ഇതിൽ ഒരു ഫ്ലവർ ഡിസൈനിൽ പേപ്പർ ക്വില്ലിങ് ചെയ്തിട്ടുണ്ട് ടു ആഡ് എക്സ്ട്രാ ബ്യൂട്ടി. ഓഫ് കോഴ്സ് ഒരു ക്യാൻഡിൽ നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചാലും ഭംഗിയാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അതിന് അല്ലേ ഇറ്റ് ഡെഫിനറ്റ്ലി ആഡ്സ് ടു ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡെക്കോറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ജ്യോതി ഇതൊരു ക്യാൻഡിൽ ഹോൾഡർ, പക്ഷേ ക്യാൻഡിൽ ഹോൾഡർ ആണെങ്കിൽ പോലും ഇത് ജ്യോതിയോട് പറഞ്ഞ് ഇത് റീയൂസ് അല്ലേ, റീസൈക്കിൾ ചെയ്തെടുത്ത ഒരു സംഭവമാണ്. റീസൈക്കിൾഡ് ആണ്. ഇതിനൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്താ പറയുക ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. നമുക്ക് ഇങ്ങനത്തെ ജാറിലല്ലാതെ നമ്മുടെ പിക്കിൾസിനെയും ജാംസിനെയും ബോട്ടിൽസിലും നമുക്ക് ചെയ്യാം. അതെ. എന്നിട്ട് അത് നമുക്ക് വെരി എലഗന്റ്. അതെ റീസൈക്കിൾ ചെയ്ത് എടുത്തിട്ട്. ഓക്കെ. അനദർ ഇതിനകത്ത് ഇപ്പം ഇങ്ങനത്തെ അപ്പം ദർ സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇത് ആദ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും എന്താണിത് എന്ന്. പക്ഷേ ഇത് ജ്യോതി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ജ്യോതി ഒന്ന് പറയൂ എന്താണ് ഇത്? ബുക്ക് മാർക്ക്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് അല്ലേ? നമ്മുടെ ബുക്കിൽ ഇതൊക്കെ വെച്ചാൽ തന്നെയല്ലേ എന്തൊരു ഭംഗിയായിരിക്കും. ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ഐഡിയൽ ഐറ്റംസ് ആണ്. ഓൾറൈറ്റ്. അപ്പൊ ഇതുകൊണ്ട് വേറെ നമുക്ക് 3D ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. 3D ക്വില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വിങ് ഓഫ് ക്വില്ലിംഗ് ഉണ്ട്. ഇതാണല്ലേ മോഡൽ ഓഫ് 3D ക്വില്ലിംഗ്. ഒരു 3D ക്വില്ലിംഗിന്റെ ഒരു ബേസിക് ഒരു അല്ലെങ്കിൽ ഒരു ഡോൾ എന്താ പറയുന്നത്? ഡോൾ 3D ക്വിൽഡ് ഡോൾ 3D ക്വിൽഡ് ഡോൾ ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഷോയ്ക്കൊക്കെ വെക്കാവുന്ന നല്ലൊരു മിനിയേച്ചർ ഫ്ലവർ പോട്ട്സ്. ഓക്കെ. ഇറ്റ്സ് എ വെരി മിനിയേച്ചർ സൈസ്ഡ് ഫ്ലവേഴ്സ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് വരെ ഇത് ക്വില്ലിംഗ് ചെയ്യാമല്ലേ? ബിക്കോസ് അവർക്കിപ്പം സ്കൂളിൽ ഈ പറഞ്ഞ പോലെ കുറെ പ്രോജക്ട് വർക്ക് വരും അല്ലേ? അപ്പൊ ദേ ഹാവ് ടു മേക്ക് സ്ക്രാപ്പ് ബുക്സ്. അതുപോലെ ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. പിന്നെ ക്വില്ലിംഗ് കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ബേസിക് ആയിട്ട് ഉണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പെൻസിൽ ടോപ്സ്. If they want a very fancy pencil, ഇതുപോലെ ക്വില്ലിംഗ് ചെയ്ത് ആ പെൻസിൽ ടോപ്സ് നമുക്കിങ്ങനെ ചെയ്യാം. സ്കൂളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പറയുകയും ചെയ്യാം അത് ചെയ്താണെന്നും. അപ്പോൾ ഇത് കാണുമ്പോൾ ബാക്കി കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ഓക്കെ ജ്യോതി, വി ഹാവ് എ കോളർ. ഹലോ ജ്യോതി. ഹായ്. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സന്ധ്യ, ഞാൻ ഷാർജയിലാണ്. സംസാരിച്ചോളൂ സന്ധ്യ. ജ്യോതിയുടെ വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. ഡോളൊക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇത്രയുള്ളൂ പറയാം. താങ്ക് യു സന്ധ്യ. താങ്ക് യു സോ മച്ച്. സന്ധ്യ എപ്പോഴേലും ഇത് ട്രൈ ചെയ്ത്. ഹലോ. ഓക്കെ, കോള് ഡിസ്കണക്ട് ആയി. ഓൾറൈറ്റ്. നമുക്ക് ഇത് തന്നെ ഈ ഒരു പെൻസിൽ ടോപ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിള്ളേർക്ക് അല്ലേ? ഐ എം ഷുവർ ദേ വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് അതുപോലെ ജ്യോതി നമുക്ക് ബർത്ത്ഡേ കാർഡ്സ്, ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാം അല്ലേ? കുട്ടികൾക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഗ്രീറ്റിംഗ് കാർഡ്. ബേസിക് ആയിട്ടുള്ള ക്വില്ലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ദേ കൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ഓൺ ദിയർ ഓൺ അല്ലേ? അപ്പം അവർക്ക് ഓൺ സം സ്പെഷ്യൽ ഒക്കേഷൻ ഫ്രണ്ട്സിനും വെരി ഗുഡ് ഓപ്ഷൻ. കുട്ടികൾക്ക് എടുക്കാറുണ്ടോ? ഐ മീൻ കുട്ടികൾക്കും എടുക്കാറുണ്ട്. കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് ക്വില്ലിംഗിലോട്ട് പോകാറില്ല. ജനറലി ബേസിക് ക്വില്ലിംഗ് കോഴ്സ് മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വേറെ ഐറ്റംസ് ജ്യോതി ഉണ്ടാക്കി ആ ഫോട്ടോ ഫ്രെയിം ഒന്ന് കാണിക്കാം ജ്യോതി. യാ
ദിസ് എ ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ച് അതിൽ ക്വില്ലിംഗ് ചെയ്താണ് എക്സ്ട്രാ ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ദിസ് ഇസ് വൺ ഫോട്ടോ ഫ്രെയിം ഇത് വേറെ ഒരെണ്ണമാണ് രണ്ട് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ വെച്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ആണ് ഓൾറൈറ്റ് ജ്യോതി അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് എന്താ ഇവിടെ ചെയ്യാം നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വില്ലിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓൾറൈറ്റ് ഹെയർ ബാൻഡ്സ്. ഓക്കെ ഇത് ഹെയർ ബാൻഡ്സിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ക്വില്ലിംഗ് വർക്കാണ് ബ്ലൂവിന് ബ്ലൂ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിങ്കിന് ഒരു പേർപ്പിൾ ഡിസൈൻ വെച്ച് ജ്യോതി ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതിൻ്റെ ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നാണ് ജ്യോതി പറയുന്നത് അപ്പോൾ ജ്യോതി ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ പോകണം എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്നുള്ളത് ഓൾറൈറ്റ് ഓക്കെ ആദ്യം ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ അപ്പോൾ ഇത് ഹയസ്റ്റ് ക്വാളിറ്റി 160 GSM thickness ഉള്ള പേപ്പറാണ്. അപ്പോൾ ഈ സ്റ്റാക്കിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. ഇവിടെ ജ്യോതി പേപ്പേഴ്സ് കിട്ടാൻ ഒരു മാർഗവും ഇല്ലേ അതോ ഉണ്ട്. ജുമേറ പേപ്പർ ലെയിൻ എന്ന് പറഞ്ഞിട്ട് ജുമേറയിൽ ഒരു കടയുണ്ട്. യു ക്യാൻ ഗെറ്റ് നല്ല പേപ്പേഴ്സ് അവിടെ കിട്ടും ബട്ട് ഇറ്റ്സ് ബിറ്റ് കോസ്റ്റ്ലി. നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല അത്. പക്ഷെ അതർവൈസ് ഇഫ് ആ പേപ്പേഴ്സ് അല്ല നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ അതെ പേപ്പറിന്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അതെ നമുക്കൊരു കോളർ ഉണ്ട് ജ്യോതി ഹലോ 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 ആരാണ് മീഡിയത്തിലേക്ക് സ്വാഗതം ഞാൻ ജയലക്ഷ്മിയാണ്. ജയലക്ഷ്മി ജ്യോതിയോട് സംസാരിച്ചോളൂ. ഹലോ ജയലക്ഷ്മി. ഹായ് ജ്യോതി. ഹായ് ഹായ്. ഞാൻ ആ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടു മറ്റേ ചെടിച്ചട്ടിയിട്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചോ അതോ ഞാൻ ഇപ്പൊ TV വെച്ചതേ ഉള്ളൂ. ഞാനിപ്പോ ബേസിക് ആയിട്ടുള്ള ക്വില്ലിങ്ങിന്റെ മെത്തേഡ്സ് കാണിക്കാം. ആ ബേസിക് മെത്തേഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഇറ്റ്സ് വെരി ഈസി. ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ബേസിക് ആയിട്ടുള്ളത് കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന്. അത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു. താങ്ക് യു സന്ധ്യ ഫോർ കോളിംഗ്. ഓക്കെ അപ്പോൾ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തു. എന്നിട്ട് ഈ ടൂളിൽ ഒരു ചെറിയ വിടവുണ്ട് ഒരു കട്ടുണ്ട്. ആ കട്ടിലേക്ക് നമ്മൾ ഈ പേപ്പറിന്റെ അറ്റം ഇൻസേർട്ട് ചെയ്യണം. ഓൾറൈറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദെൻ സ്റ്റാർട്ട് റോളിംഗ്. ഓക്കെ ഈ 4 ഫിംഗർ വെച്ചിട്ട് ഇതിപ്പോ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ ആണോ ചെയ്യുന്നത് അതോ അല്ല ഞാൻ ബേസിക് ആയിട്ടുള്ള സ്ട്രോക്സ് ഓക്കെ അതായത് ടൈറ്റ് കോയിൽ ലൂസ് കോയിൽ നമ്മൾ എങ്ങനെ അതിന് ഷേപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ അപ്പോൾ ആ സ്ലിറ്റിന്റെ ഉള്ളിലേക്കൂടെ പേപ്പർ ഇട്ടു. പേപ്പറിന്റെ ഏറ്റവും നമുക്ക് പറ്റാവുന്ന ഏറ്റവും അറ്റത്ത് ഓക്കെ ആ പേപ്പർ ഇട്ടു. എന്നിട്ട് ഈ 4 ഫിംഗർ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുക പേപ്പറിന്. ഈ തമ്പിന്റെ ഹെൽപ്പ് ഈ കൈ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ഓൾറൈറ്റ് ദിസ് ഈസ് ഹൗ യു റോൾ. ഓക്കെ പേപ്പറിന്റെ അറ്റം ആ സ്ലിറ്റിൽ വെച്ചിട്ട് ജ്യോതി ഇപ്പൊ റോൾ ഈ ചെയ്യുന്ന ടൂളാണ് നമ്മൾ റോൾ ചെയ്യേണ്ടത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ബേസിക് ആ ഒരു അല്ലേ ഒരു അത് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അതെ. സോ സി ഇതാണ് ഒരു ബേസിക്. ഈ ജ്യോതി ഇപ്പൊ റോൾ ചെയ്തെടുത്ത പേപ്പറാണിത്. ഇതാണ് ബേസിക് ഇതിന്റെ പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദിസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു വാട്ട് എവർ യു want to like ഏതെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതനുസരിച്ച് ചെയ്യാവുന്നതായിരിക്കും. ഇതാണ് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഇതിന്റെ അറ്റത്തിൽ ഒരു വളരെ ചെറിയൊരു ഡ്രോപ്പ് ഗ്ലൂ. അതൊന്ന് കാരണം ലാസ്റ്റ് എൻഡ് അവിടെ ഗ്ലൂ അധികം ആവരുത്. ഗ്ലൂ അധികം ആയിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ പ്രോബ്ലം ഇസ് ഇത് ഭയങ്കര മെസ്സി ആയിട്ടുണ്ടാവും കാണാൻ. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയ ഡ്രോപ്പ് ഗ്ലൂ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ദ എൻഡ്സ്. ശരി നമുക്ക് ആ ഗ്ലൂവിൻ്റെ ആവശ്യമുണ്ട്. അതും വളരെ കുറച്ച് ഗ്ലൂ മതി. ഓൾറൈറ്റ് സോ ദിസ് ഈസ് എ ബേസിക് ഷേപ്പ് അല്ലേ. ദിസ് ഈസ് കോൾഡ് എ ടൈറ്റ് കോയിൽ. ഓക്കെ ഓക്കെ ഇതാണ് ഇപ്പോൾ റോൾ ചെയ്തെടുത്ത ഒരു പേപ്പർ ടൈറ്റ് കോയിൽ. വൺ ഓഫ് ദി ബേസിക് സ്റ്റെപ്സ്. അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി റോൾ ചെയ്തെടുത്തിട്ട് ഗ്ലൂ അറ്റത്ത് ഒട്ടിച്ച് സോ ദാറ്റ് ഇറ്റ് സ്റ്റിക്സ് ടു ഈച്ച് അതർ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ടൈറ്റ് കോയിൽ എന്ന് പറയുന്നത്. ടൈറ്റ് കോയിൽ. ഇനി നമുക്ക് ലൂസ് കോയിൽ ഉണ്ടാക്കാം.
അതും സെയിം ആ സ്ലിറ്റിൽ കൂടെ ഈ ടൈറ്റ് കോയിലിനെ നമുക്ക് ഷേപ്പ് കൊടുക്കാൻ പറ്റും. എങ്ങനെ? ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ടൈറ്റ് കോയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ലൈക്ക് എ പെറ്റൽ. പെറ്റൽ. ഓക്കെ. ഓക്കെ. ടൈറ്റ് കോയിൽ എഡ്ജസ് ഒന്ന് ജ്യോതി ഷേപ്പ് ചെയ്തപ്പോൾ ഒരു എഡ്ജ് മാത്രം. അപ്പോൾ ഇതൊരു പെറ്റൽ, ലൈറ്റ് ആയിട്ട് ഒരു പ്രഷർ കൊടുക്കുക. ഒരു പെറ്റലിന്റെ ഷേപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. നമുക്ക് വേണമെങ്കിൽ രണ്ട് എഡ്ജസും ഷേപ്പ് ചെയ്ത് വേറൊരു ഷേപ്പ് ആവും. ബട്ട് ദിസ് റിയലി റിക്വയർസ് സം അല്ലേ കുറച്ചൊന്നും ടൈറ്റ് കോയിൽ കുറച്ച് ബലം വേണം. അതെ, ബിക്കോസ് ഇറ്റ് ഇസ് എ ടൈറ്റ് കോയിൽ. യു നീഡ് ടു അപ്ലൈ ലിറ്റിൽ ഫോഴ്സ്, കുറച്ച് ഫോഴ്സ് ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ ആ ഷേപ്പ് ക്ലിയർ ആയിട്ട് വരില്ല. ഇപ്പൊ ഞാൻ രണ്ട് ഷേപ്പും അതെ ഐ ഷേപ്പ് ആയതാ. ആദ്യം ജ്യോതി ഒരു സൈഡ് ഷേപ്പ് ചെയ്തു, അപ്പൊ രണ്ട് സൈഡും കൂടി ഷേപ്പ് ചെയ്തപ്പോൾ ഡിഫറെന്റ് ഷേപ്പ് വന്നു. ഓൾ റൈറ്റ്, ഓക്കെ, ഇറ്റ്സ് സിമ്പിൾ. ഈ ഷേപ്സ് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ലൂസ് കോയിൽ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഷേപ്പ് ഇടാം. അതെ, അത്രയും ഫോഴ്സ് ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കോയിൽ ചെയ്തെടുക്കാം, പക്ഷേ കുറച്ച് ലൂസ്ലി അല്ലേ. നമ്മൾ ടൈറ്റ് കോയിലിന് ഇങ്ങനെ തന്നെ ഇത് ടൂളിൽ നിന്ന് എടുത്തിട്ട് ഗ്ലൂ ചെയ്ത് പ്രസ് ചെയ്തു. ലൂസ് കോയിൽ നമ്മൾ എന്ത് വെച്ചാല് കോയിൽ ഉണ്ടാക്കിയിട്ട് അതങ്ങ് ഓക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിന്റെ അറ്റത്ത് ഗ്ലൂ ഇടും. ടൈറ്റ് കോയിൽ, ലൂസ് കോയിൽ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് യു നീഡ് ടു അലൗ ഇറ്റ് ടു ഓപ്പൺ അപ്പ്. അതിനെയാണ് ലൂസ് എന്ന് പറയുന്നത്. ലൂസ് കോയിൽ. ഓക്കെ ജ്യോതി, വി ഹാവ് another caller. ഹലോ ഹലോ ജ്യോതി. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, വഹീദാണ് സംസാരിക്കുന്നത്. ജ്യോതിയോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ വൈദ. ജ്യോതിയുടെ പ്രോഗ്രാം ഇപ്പോഴാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. ഓക്കെ, നന്നായിട്ടുണ്ട് ജ്യോതി. താങ്ക് യു സോ മച്ച് വൈദ. എനിക്ക് ഒരു കാര്യം അറിയാനുള്ളത്, ഈ വോൾ ഹാങ്ങിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിത്രം ഡ്രോ ചെയ്തതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്? ഞാൻ ജനറലി ചിത്രം ഡ്രോ ചെയ്യാറില്ല. വോൾ ഹാങ്ങിങ്സിന് ഞാൻ ഡ്രോ ചെയ്യാറില്ല. പക്ഷെ ഞാൻ ക്യാൻവസിൽ ചെയ്യുന്ന വോൾ ഹാങ്ങിങ്സിന് ഞാൻ ആദ്യം ചിത്രം ക്യാൻവസിൽ പകർത്തി എടുത്തിട്ട് അതിന് മുകളിൽ സ്റ്റിക്ക് ചെയ്യാറാണ് പതിവ്. മറ്റേ ഫ്രെയിമായിട്ട് ഇവിടെ കാണിച്ച വോൾ ഹാങ്ങിങ്സിൽ ഞാൻ ചിത്രം വരച്ചിട്ടില്ല. ഞാൻ ജ്യോതിന്റെ എസ് പിയിലുള്ള ഫ്രണ്ടും കൂടിയാണ്. നേരിൽ കണ്ടതില് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിവേ ഗുഡ് ലക്ക്. ഓക്കെ ദെൻ ബൈ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയലി ഗുഡ് വൺ. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ലൂസ് കോയിൽ ജ്യോതി നമ്മൾക്ക് ഇവിടെ കാണിച്ചെന്ന് ടൈറ്റ് കോയിൽ ആൻഡ് ലൂസ് കോയിലാണിത്. ഒന്നുകൂടെ പറയാം, ടൈറ്റ് കോയിൽ നമ്മൾ ആ സ്ലിറ്റിൽ ആ ഒരു ടൂൾ ഉപയോഗിച്ച് സ്ലിറ്റിൽ വെച്ചിട്ട് നല്ലതായിട്ട് റോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ഗ്ലൂ ചെയ്തു. ബട്ട് ദിസ് വൺ നമ്മളത് അതുപോലെ ചെയ്ത് റോൾ ചെയ്തിട്ട് ബട്ട് വി അലൗഡ് ഇറ്റ് ടു ഓപ്പൺ. അത് കുറച്ചൊന്ന് നിലത്ത് വെച്ചിട്ട് അത് ഓപ്പൺ ആയ ശേഷം നമ്മൾ ഗ്ലൂ ചെയ്തു. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈറ്റ് കോയിൽ ആൻഡ് ലൂസ് കോയിൽ. ഓൾ റൈറ്റ്. ഇനി ഈ ലൂസ് കോയിലിന് ഇതിപ്പോ ഒരു സർക്കുലർ ലൂസ് കോയിലാണ്. ഇതിന്റെ ഒരു അറ്റം പ്രസ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ടിയർ ഡ്രോപ്പ്. ഓക്കെ, അതെ, ടിയർ ഡ്രോപ്പ് ആയി. ഇത് ഷേപ്പ് കൊടുക്കാണ് മറ്റു ചെയ്ത പോലെ തന്നെ സെയിം ഷേപ്പ് കൊടുത്തിട്ട് ഇതാണ് ജ്യോതി. ഇപ്പോൾ ഇത് ലൂസ് കോയിൽ, ഇത് ടൈറ്റ് വൺ. സീ ദ ഡിഫറൻസ്. അതിന്റെ ഡിഫറൻസ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. വൺ ഇസ് റിയലി ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോയിൽ, മറ്റേ വളരെ ലൂസ് ആയിട്ടിരിക്കുന്നത്. ഓൾ റൈറ്റ് ജ്യോതി, ഇതിന്റെ രണ്ട് സൈഡിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ആൻ ഐ ഷേപ്പ്. മാർക്കസ് എന്ന് പറയും ആ ഷേപ്പിന്. ദിസ് ഈസ് ആൻ ഐ ഷേപ്പ്. അപ്പം ബേസിക്കലി നമ്മളിപ്പം ഫ്ലവേഴ്സോ ഇപ്പൊ ഈ കണ്ട പോലെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ബേസിക് ഇതായത് ക്യാൻഡിൽ ഇതാണ്ട് ഇതിൽ ഈ ഒരു ഷേപ്പ് ആണ് അല്ലേ? ലൂസ് കോയിൽ, ഇപ്പൊ ഈ കാണുന്ന ക്യാൻഡിൽ ഫ്രഞ്ചിൽ കാണുന്ന സെയിം ജ്യോതി ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ലൂസ് കോയിൽ വെച്ചിരിക്കുന്ന ഔട്ടർ ഏരിയ ലൂസ് കോയിൽ വെച്ച് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ രണ്ട് എഡ്ജും ഷേപ്പ് കൊടുത്തിട്ട് ആൻഡ് ഇൻസൈഡിൽ കാണുന്നതാണ് ടൈറ്റ് കോയിൽ. അതിനൊന്നും ഷേപ്പ് കൊടുക്കാണ്ട് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ യു ഹാവ് യൂസ്ഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ്. ഓൾ റൈറ്റ്, ഓക്കെ. So these are one of the basic two basic shapes. Okay, tight coil, loose coil, പിന്നെ petal shape, eye shape. ജ്യോതി, ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് എന്താ പറയാം, ഇത് വരയ്ക്കാതെ ചെയ്ത ഒരു ഫ്രെയിമാണ്. അതെ, ഓൾ റൈറ്റ്. ഞാൻ ആദ്യം കാണിക്കാൻ വന്നിട്ട് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും.
ഇതൊരു വാൾ ഹാങ്ങിങ് ആണ്, ഒരു ഫ്രെയിം. I think it's the other way around. It's like this. ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഇതിനെക്കുറിച്ച് ജ്യോതി നമ്മളോട് പറഞ്ഞിരിക്കുക എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഓൾറൈറ്റ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്തു? ആദ്യം തന്നെ ഇപ്പം ഇതിന് ഈ ഫ്ലവേഴ്സിന് ചെറി ബ്ലോസം എന്നാണ് പറയാ. അപ്പോൾ ഒരുപാട് ക്വില്ലിങ്ങിൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ ചെറി ബ്ലോസംസ് ലുക്ക് വെരി ലവ്ലി. ഞാൻ ഈശ്വര ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് അന്ന് എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല, ഈ ചെറി ബ്ലോസം ചെയ്യാൻ പറ്റുമോ, അത് ഇത്ര ഭംഗിയാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കന്നില്ല. പിന്നെ ഇതിൽ ഒത്തിരി സ്ട്രിപ്സ് വേണം, ഒരു 200 സ്ട്രിപ്സ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും സ്ട്രിപ്സ് എടുത്തത് വേസ്റ്റ് ആവരുതല്ലോ എന്നുള്ളൊരു പേടി. പിന്നെ ശരി ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തതാണിത്. പക്ഷെ ഇത് എനിക്ക് തന്നെ ഒരു നല്ല കോൺഫിഡൻസ് വന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും 1 വീക്ക് എടുത്ത് ഞാൻ ചെയ്തു. 200 സ്ട്രിപ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇഷ്ടം പോലെ സ്ട്രിപ്സ് യൂസ് ചെയ്യും. അപ്പം ഒരു പാക്കറ്റിൽ എത്രയാണ്? 50 സ്ട്രിപ്സ്. അതുപോലെ 4 പാക്കറ്റ് എടുത്ത് ചെയ്യുമ്പോഴാണ് ഇതാവുന്നത്. ഓക്കെ, ഒരു 1 വീക്ക് എടുത്ത് ചെയ്ത ഒരു വാൾ ഹാങ്ങിങ്. നല്ല ഭംഗിയുള്ള ചെറി ബ്ലോസം, വെരി ബ്യൂട്ടിഫുൾ, നൈസ്. ഓൾറൈറ്റ്. ഇനി അടുത്ത നമ്മളുടെ വന്നിട്ട് അടുത്ത ഷേപ്പ് എല്ലാത്തിനും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ആ സ്റ്റിറ്റിനുള്ളിൽ പേപ്പർ ഇട്ടിട്ട് റോൾ ചെയ്യാം. ഇത് ഒത്തിരി പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് TV നോക്കിക്കൊണ്ട് അതെ, വേറെ എന്തെങ്കിലും വർക്കിൽ ബിസി ആണെങ്കിൽ പോലും ഇത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? another loose coil. Okay. കാരണം നമുക്ക് ലൂസ് കോയിൽസിലാണ് ഷേപ്പ് കിട്ടുള്ളൂ. ടൈറ്റ് കോയിൽസിൽ നമുക്ക് ടിയർ ഡ്രോപ്പ് ഉണ്ടാക്കാം, മാക്സിമം ഐ ഷേപ്പ് വരെ ഉണ്ടാക്കാം. അതിൽ കൂടുതൽ നമുക്ക് ഷേപ്പ് കിട്ടില്ല, അത് പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. സോ മോസ്റ്റ് ഓഫ് ദ ബേസിക് ഷേപ്സ് അത് നമ്മൾ ലൂസ് കോയിൽ നിന്നാണ് ചെയ്യുന്നത്. ഈ ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? അത് ടൈറ്റ് കോയിലാണ്. ആ ടൈറ്റ് കോയിൽ നമ്മൾ ടൈറ്റ് കോയിൽ ചെയ്തിട്ട് ഒരു എൻഡ് മാത്രം പ്രസ് ചെയ്തു, എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പൊ അതിനൊരു 3 ഡയമെൻഷണൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൂ ഇടും സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ഇൻ പ്ലേസ്. ഈ ലൂസ് കോയിൽ ഉണ്ടാക്കിയിട്ട് ഒരു ടിയർ ഡ്രോപ്പ് ഉണ്ടാക്കാം. ലൂസ് കോയിൽ ഉണ്ടാക്കിയിട്ട് ടിയർ ഡ്രോപ്പ് ഷേപ്പ് കൊടുത്തിട്ട് മേളിൽ നിന്നൊന്ന് പ്രസ് ചെയ്തു. അത് ഓക്കെ, വേറെ ഒരു ഷേപ്പ് കിട്ടി അല്ലേ? എന്താ ഇതിനെ? ട്രയാങ്കിൾ. ഓൾറൈറ്റ്, ട്രയാങ്കിൾ ഷേപ്പ് ലൂസ് കോയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ലൂസ് കോയിൽ ആണ് ചെയ്യുന്നത് ബിക്കോസ് ദാറ്റ്സ് മച്ച് മോർ ഈസി. നമുക്ക് ഷേപ്സ് ഒക്കെ കിട്ടാൻ ഇതാണ് എളുപ്പം. ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഓൾറൈറ്റ്. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ പ്രാവശ്യം പേപ്പർ ഇടയ്ക്ക് എന്നോട് പറഞ്ഞല്ലോ ഇയറിംഗ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇയറിംഗ്സ് ആ സൈഡിൽ വെച്ചു. ഓൾറൈറ്റ്. ഐ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണിക്കാം അവരെ. ദീസ് ആർ ഓൾ പേപ്പർ അല്ലേ? എല്ലാം പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഇയറിംഗ്സ് ആണ്. എന്ത് മെറ്റാലിക് ആണോ ഇത്? അല്ല, അത് നോർമൽ കളേഴ്സ്. ഓക്കെ, മെറ്റാലിക്കിൽ വരുന്ന ഇതാണ്. ഓക്കെ, വെരി പ്രിറ്റി. പേപ്പർ ക്വില്ലിംഗ് വെച്ച് ഇയറിംഗ്സ്. ഇതിനിങ്ങനെ ഓർഡേഴ്സ് കിട്ടിയിട്ടാണോ ചെയ്യുന്നത് അതോ ഇങ്ങനെ ചെയ്ത് വെക്കുക? ഞാൻ ബോറടിക്കുമ്പോൾ പേപ്പർ എടുക്കും, ചെയ്യും, എന്നിട്ട് വന്ന് കസ്റ്റമേഴ്സ് വരും. അതെ. അപ്പൊ എങ്ങനെ, ഹൗ ഡു യു മാനേജ് ടു സെൽ? ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഓർഡേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് അവര് ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇതിന് മാച്ച് ചെയ്തിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ എക്സിബിഷൻസ് ചെയ്യാറുണ്ട്. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് ഓർഗനൈസേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹാൻഡ് മെയ്ഡ് ഇൻ ദി UAE ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന, കൈകൊണ്ട് ചെയ്യുന്ന അവരെ മാത്രമേ അവര് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ എക്സിബിഷൻ ഞാൻ ഒരെണ്ണം ചെയ്തു. വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്. We have a caller, Jyoti. Hello. Okay, call drop ആയി പോയി. Okay, you can continue, Jyoti. അതുപോലത്തെ എക്സിബിഷൻസ് ഒക്കെ you are a part of those exhibitions. All right. Okay. അപ്പോൾ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല റെസ്പോൺസ്. ആർട്ടയിൽ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. All right. അപ്പം ഇയറിംഗ്സ് ഒക്കെ ഇത് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു. ഇതിനെ കുറിച്ച് ഒന്ന് പറയോ? അത് മെറ്റാലിക് ഗോൾഡൻ കളേർഡ് പേപ്പർ വെച്ചിട്ട് ചെയ്ത ഇയറിംഗ് ആണ്. ചുറ്റും പേൾസ്. ഇത് വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതിന്റെ നേരത്തെ ഞാൻ റിങ് കാണിച്ചിരുന്നതാ.
റിംഗ് ആൻഡ് ഇയറിംഗ് അതിൻ്റെ സെയിം റിംഗ് ആൻഡ് ഇയറിംഗ് ഇഫ് യു വോണ്ട് എ കോമ്പിനേഷൻ രണ്ടും മാച്ചിങ് വേണമെങ്കിൽ റിംഗ് ആൻഡ് ഇയറിംഗ് രണ്ടും അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്. ആ ഓക്കെ. വേറെ എന്തെങ്കിലും? അത് തന്നെ ഗോൾഡനിൽ പേൾസ് ഇല്ലാത്തത്. പേൾസ് ഇല്ലാതെ പ്ലെയിൻ പേപ്പർ ക്വില്ലിംഗ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇയറിംഗ് ആണിത്. എക്സ്ട്രാ ലാർജ്. ഓക്കെ. കുറച്ച് അതിൻ്റെ തന്നെ ഒരു വലിയ അല്ലേ സൈസിൽ കാണാൻ പറ്റുന്ന. ജ്യോതി, ഈ ഒരു പേപ്പർ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ദ അതർ പേപ്പർ? നമ്മൾ സെയിം പേപ്പർ. പക്ഷേ ഗോൾഡനിൽ ഞാൻ മെറ്റാലിക് പേപ്പറാണ്, അതായത് പേപ്പറിൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ടാവും. അതാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ കാണിച്ചാലും മെറ്റാലിക് ഇല്ലല്ലോ പേപ്പർ. മെറ്റാലിക് പേപ്പർ ഉണ്ട്. ഉണ്ടോ? ഒന്ന് കാണിക്കോ അത്? കാരണം മറ്റു പേപ്പറിന് ഒരു ഷൈൻ ഇല്ല അല്ലേ? ഇതിന് നല്ല ഷൈൻ. ഓക്കെ ഓക്കെ. ഇതാണ്. ഓക്കെ. ഇതാണ്. ഓ, ഇതും കൊണ്ടാണ് കമ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോൾഡൻ കളർ ഫിംഗർ റിംഗ്. അതെ. ഓക്കെ. ഇതിന് ഓൾറെഡി ഒരു ഷൈൻ ഉണ്ട്. അതായത് ഇവിടെ നോക്കുമ്പോൾ നല്ല ഷൈനിങ്. അതുപോലെ പല കളേഴ്സിൽ കിട്ടാനുണ്ട്. ബ്ലാക്ക് ഉണ്ട്. ഓക്കെ. ഷൈൻ ഉള്ള. പക്ഷേ ഈ ഷൈനിങ് ഇങ്ങനെ വരുന്ന പേപ്പർ സിംഗിൾ കളേർഡ് ആണ് ഇപ്പോഴും. സിംഗിൾ കളേർഡ് ആണ്. പിന്നെ ഗോൾഡ് ആണ്, മെറ്റാലിക്കിൽ ഗോൾഡ് ആണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള അല്ലേ? ബിക്കോസ് നമ്മള് ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് നമ്മുടെ ഈ പേപ്പർ ജ്വല്ലറിയുടെ ഒന്നാമത്തെ എടുത്ത് പറയേണ്ട ഒരു ഗുണം. തീരെ വെയിറ്റ് ഇല്ല. നമ്മൾ എത്ര വലിയൊരു ഇയറിംഗ് ഇട്ടാലും നമുക്ക് ഇട്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷെ തീരെ കനം കുറഞ്ഞ ഇയറിംഗ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ഇടുമ്പോൾ. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല ഭംഗിയുള്ള പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്ത ഒരു ഇയറിംഗ് ആണ്. ജ്യോതിക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിംഗ് പേപ്പർ ക്വില്ലിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ഹർ ദെയർ. JV Creations എന്ന ആണ് പേജിൻ്റെ പേര്. ഓക്കെ. എന്നിട്ട് ദിസ് ഇസ് അനദർ ഇയറിംഗ്. ഇത് വേറെ ഒരു ഇയറിംഗ് ആണ്. വേറൊരു രീതി ചെയ്തിരിക്കുന്നത് അല്ലേ? കുറച്ച് വലിയ നമ്മള് ഇമിറ്റേഷൻ ജ്വല്ലറി മോഡലിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വേറെ ഫ്ലവേഴ്സ് ഇതെല്ലാം ഇയറിംഗ്സ് ആണ്. എല്ലാം ഇയറിംഗ്സ്. കോൺ ഷേപ്ഡ്. ഓക്കെ. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഹരിതയാണ്, ഷാർജന്ന്. ആ, സംസാരിച്ചോളൂ. ഹായ്. ഹായ് ഹരിത. ഇപ്പൊ കാണിച്ച ഇയറിംഗ്സില് ഈ ജുംക മോഡൽ ഇതല്ലേ? അതെ, റെഡ് കളർ ഇയറിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ താഴെ വെച്ചിരിക്കുന്ന മോഡലും പേപ്പറിന്റെ ആണ്, അതായത് ജുംക പാട്ടും പേപ്പറാണോ? അതെ അതെ, ഫുൾ പേപ്പർ ആണ്. താഴെ ഉള്ളതും പേപ്പറാണ്, പക്ഷെ അത് ക്വില്ലിംഗ് ചെയ്തതാണോ? അതെ, ക്വില്ലിംഗ് ചെയ്തതാണ്. ഓ, ഓക്കെ. നല്ല ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത് കണ്ട പേപ്പർ ആണെന്ന് തോന്നില്ല, നല്ല ഹാർഡ് ബിൽറ്റ് ബോഡിയാണ്. അതെ അതെ, കാണുമ്പോഴും വളരെ ഹെവി ആയിട്ട് പക്ഷെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഓക്കെ ഓക്കെ. സെയിം ഈ 160 GSM പേപ്പർ യൂസ് ചെയ്തിട്ടാണ്? അതെ, 160 GSM പേപ്പർ ഉപയോഗിച്ച് ചെയ്തതാണ്. പക്ഷെ കുറച്ച് ഷൈൻ ഉള്ള. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. അതെ, എല്ലാവർക്കും കാണുമ്പോൾ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു സ്ക്രീനിലൂടെ കാണുമ്പോൾ അല്ലേ, ഞാനിപ്പോൾ ഇത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ലൈറ്റ് ആണെന്നുള്ളത്. ഓൾ റൈറ്റ്. ജ്യോതി, വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഇപ്പം പല രീതിയിലുള്ള കൂടുതലും ജുംകാസിനാണ് കൂടുതലും ഡിമാൻഡ്. ഓൾ റൈറ്റ്. അതെ, ട്രഡീഷണൽ വെയറിലൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഇന്ത്യൻസിന് എപ്പോഴും ജുംകാസ് ആണ് പ്രിയങ്കരം. അതെ അതെ. ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ തന്നെ ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ ഒരെണ്ണമാണ് ഇത്. സ്റ്റോൺസ്. ഓ, ഓൾ റൈറ്റ്. പേൾസിൽ കാണിച്ചു ഞാൻ നേരത്തെ, ഇത് സ്റ്റോൺസിൽ. പിന്നെ ബീഡ്സ് അറ്റാച്ച് ചെയ്തത്. ബീഡ്സ് അറ്റാച്ച്ഡ്. സ്റ്റോൺസും ബീഡ്സ് അറ്റാച്ച്ഡ്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ് ഈ കാണുന്നത്. ഒന്നിൽ സ്റ്റോൺസും ഒന്നിൽ ബീഡ്സും ആണ് അറ്റാച്ച്ഡ്. പിന്നെ കുന്തൻ ബീഡ്സ്. ഓക്കെ. അതൊക്കെ കൂടുതൽ ട്രഡീഷണൽ വെയർ. ഓർണമെന്റ്സ് ആണോ ഈ കാണുന്ന ഇത്രയും ഐറ്റംസിൽ ഫാസ്റ്റ് മൂവി? അതെ, ഓർണമെന്റ്സിനാണ് ഡിമാൻഡ് ജാസ്തി. ഓൾ റൈറ്റ്. ഇനി അടുത്ത നമ്മളുടെ വ്യൂവേഴ്സിന് കാണിക്കാനായിട്ട് ഇതുണ്ട്, നെക്ലേസസ്. ഓ, ഓക്കെ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നോ? നോക്കട്ടെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നെക്ലേസ്. ബ്ലാക്ക് ത്രെഡ് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇതെല്ലാം
ക്വില്ലിംഗ് ആണ്, പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്ക്സ് ആണ്. വെരി നൈസ്. ഓരോ ഷേപ്സ്. ഓക്കെ, ദിസ് ഇസ് അനദർ വൺ. ഇത് വേറെ ഒരു ഷേപ്പിലുള്ള ഒരു ചെയിൻ, ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. നമുക്ക് ഒരു കോളർ ഉണ്ട് ജ്യോതി. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ജ്യോതി അല്ലേ? ജ്യോതി, ഷെറീന. പറയൂ ഷെറിൻ. സംസാരിച്ചോളൂ. ഹലോ 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 ഷെറിൻ. ഓക്കെ ഓക്കെ. ടിവിയുടെ നന്നായിട്ടുണ്ട് നിങ്ങളെ കമ്മലും മാലകളൊക്കെ. താങ്ക് യു ഷെറിൻ. ശരി, ടിവിയുടെ വോളിയം കുറയ്ക്കുവോ? ഹലോ, ആ ടിവിന്റെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ, പറഞ്ഞു, കണ്ടിന്യൂ. ഓക്കെ 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 ഓക്കെ, കുറച്ചു സംസാരിച്ചോളൂ, ജ്യോതിയോട് സംസാരിച്ചോളൂ ഷെറിൻ. ഹലോ ഷെറിൻ. ശരി. ഹലോ, നന്നായിട്ടുണ്ട്. മാലയും കമ്മലൊക്കെ വളരെ ഇഷ്ടമായി. താങ്ക് യു ഷെറിൻ. ഗോൾഡൻ കളർ കമ്മലാണ് ഏറ്റവും നന്നായിട്ടുണ്ട്. അതാണ് ഐ കാച്ചിങ്. അതെ, ഐറ്റം ആണ് അത്. നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ ഇവിടെ എവിടാണ്? ഞാൻ ഷാർജയിലാണ് താമസം. ഷാർജയിലല്ലേ? ഞങ്ങൾ അബുദാബിയാണ്. ഞാന് ശരി, ഓക്കെ. കൂടുതൽ അറിഞ്ഞെങ്കിൽ ജ്യോതിക്ക് ഒരു പേജ് ഉണ്ട്, JV Creations എന്ന് പറഞ്ഞു, ഫേസ്ബുക്കില്. എന്താണ്? JV Creations. അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ info@ntvuae.com മെയിൽ അയച്ചാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഏറ്റവും അല്ലേ ഐ കാച്ചിങ് ആയിട്ടുള്ള. വന്നപ്പോ തൊട്ട് എന്റെ കണ്ണ് ഇതിന്റെ മേലിലാണ്. വെരി പ്രിറ്റി. ഇത് പിന്നെ കിഡ്സിന്, കുട്ടികൾക്ക് വേണ്ടിയുള്ള. ഓക്കെ, യാ, കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല മിനിയേച്ചർ പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്ക്സ് ആണ് അല്ലേ? ഇതൊക്കെ ഇതിന്റെ വാങ്ങുന്ന. ഓക്കെ, ഇതൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല മാലയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മോൾ, വളരെ ചെറുതായിട്ട് പേപ്പർ ക്വില്ലിംഗ് വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണിത്. അത് തന്നെ വിത്ത് ഇയറിംഗ്സ്, സ്റ്റഡ്സ്. ഓക്കെ, ഇതിന്റെ മാച്ചിങ് സ്റ്റഡ്സിനോടൊപ്പം ജ്യോതി ഇവിടെ മാലയും സ്റ്റഡ്സും ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി. തീരെ കുഞ്ഞ് സ്റ്റഡ്സ് ആണ്. എൻ്റെ കയ്യിൽ 2 സ്റ്റഡ്സും ഈ മാലയുടെ സെയിം മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലുമാണിത്. ഓൾറൈറ്റ്. ഇനി വേറെ ഏതെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് എന്തെങ്കിലും നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഹാർട്ട് ഷേപ്പ്. ടൈറ്റ് കോയിൽ കണ്ടു, ലൂസ് കോയിൽ കണ്ടു, വേറെ ട്രയാങ്കിൾ ഷേപ്പ്. ഈ 3 അതുപോലെ തന്നെ സ്ക്വയർ റെക്ടാംഗിളും ചെയ്യാം, നമ്മൾ ട്രയാങ്കിൾ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ജ്യോതി കാണിക്കുന്ന നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഞങ്ങളിത് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവായിരുന്നു. ആരാ സംസാരിക്കുന്നത്? ഞാനിവിടെ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. പേരെന്താ? സീമ. ജ്യോതിയോട് സംസാരിച്ചോളൂ. സീമ. ഹായ് സീമ. ഹലോ. ഹലോ സീമ. ഞാനിവിടെ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പം നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു കണ്ടിട്ടല്ല. മോൾക്ക് ഇതിലൊക്കെ പറ്റി ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഇതിന്റെ പിന്നെ മെറ്റീരിയൽ ഒക്കെ കിട്ടുന്ന കട ഇടാമെന്ന് അറിഞ്ഞെന്നെ കൊള്ളായിരുന്നു. ഇല്ല സീമ, ഇവിടെ മെറ്റീരിയൽസ് പേപ്പർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതും വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ സീമയ്ക്ക് പേപ്പർ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ പേപ്പർ ആവശ്യമുള്ള നമ്പറിലാണോ കോൺടാക്ട് ചെയ്യേണ്ടത്? അതിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. JV Creations പറഞ്ഞൊരു പേജ് ഉണ്ട് ജ്യോതിക്ക്. അവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ NTVയിൽ info@ntvuae.com മെയിൽ അയക്കാവുന്നതാണ്. ഞങ്ങൾ ജ്യോതി കോൺടാക്ട് നമ്പർ തരാം. അപ്പൊ മെയിൽ അയച്ചാൽ മതി അല്ലേ? ബാക്കി മെറ്റീരിയൽസ് ഒക്കെ നാട്ടിൽ നിന്നായിരിക്കും അവൈലബിൾ അല്ലേ? അല്ല, ഞാൻ എന്ത് മെറ്റീരിയൽസ് എന്താ വേണ്ടത് വെച്ചാൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ സപ്ലൈ ചെയ്യാം. മെയിൽ ഐഡി എന്തായിരുന്നു പറഞ്ഞേ? മെയിൽ ഐഡി info@ntvuae.com. info@ntv.com അല്ലേ? ntvuae.com. UA.com. Thank you so much. Okay, thanks a lot. Bye. Alright. ഈ ക്ലാസ്സസ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ ജ്യോതി. അപ്പം എങ്ങനെ വരുന്നവർക്ക് ജ്യോതി തന്നെ മെറ്റീരിയൽ പ്രൊവൈഡ്? ഞാൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് മെറ്റീരിയൽസിന് ഞാൻ ഒരു നോമിനൽ ചാർജസ്
with Materials materials ആണ് and they can take away whatever they make. ഉണ്ടാക്കുന്നത് അവർക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അവർക്ക് എടുത്തിട്ട് പോകും. ഓക്കെ ഓൾറൈറ്റ് ഓക്കെ. So now we'll make a heart shape. എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ ഒരേ രീതിയിലാണ് എല്ലാം. This is a basic technique. ഓക്കെ. അതാ ഞാൻ പറഞ്ഞ ഒരു ടൂളും പേപ്പർ സ്ട്രിപ്പും മാത്രം മതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. ആദ്യം കാണിച്ച ലൂസ് കോയിൽ. ലൂസ് കോയിൽ അത് ഗ്ലൂ വെച്ചൊന്ന് ഫിക്സ് ചെയ്തിട്ട് എനിക്കൊന്ന് കുറച്ച് തുറന്നു വെച്ചത്. ശകലം ഗ്ലൂ ഉപയോഗിച്ചൊന്ന് അത് സ്റ്റിക്ക് ആയാൽ മതി. എന്നിട്ട് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് ഉണ്ടാക്കുക ഫസ്റ്റ്. ടിയർ ഡ്രോപ്പ് ഷേപ്പ് നേരത്തെ ജ്യോതി കാണിച്ചത്. പെറ്റലിന്റെ ഷേപ്പ്. ഇനി അത് ഹാർട്ട് ഷേപ്പ് എങ്ങനെ എന്നിട്ട് അതിന്റെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ പോർഷനിൽ ഈ ടൂളിന്റെ എൻഡ് വെച്ചിട്ട് ഒരു പ്രസ്. ഓക്കെ. ആദ്യം ടിയർ ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ മേളിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് ഷേപ്പായി കാണാൻ പറ്റും. വളരെ നമ്മൾ സമയത്ത് പേഷ്യൻസോടെ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ ജ്യോതി? അതെ. പെട്ടെന്ന് തന്നെ ഹാർട്ട് ഷേപ്ഡ്. വളരെ എളുപ്പമാണ് ഇത്. നമ്മൾ ഇപ്പം എനിക്ക് കാണുമ്പോഴാണ് മനസ്സിലായി വളരെ എളുപ്പമായിട്ട് നമ്മൾ അല്ലേ ടിയർ ഡ്രോപ്പ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് മേളിലൊന്ന് പ്രസ് ചെയ്തപ്പോൾ അതൊരു ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടി. ഓൾറൈറ്റ്. ഒരു കോളർ ഉണ്ട് ജ്യോതി. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? മഞ്ജു. മഞ്ജു എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഷാർജയാണ് വിളിക്കണത്. ജ്യോതിയോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ മഞ്ജു. ഞാൻ ഇത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ് പ്രോഗ്രാം. അപ്പൊ എനിക്ക് കമ്മല് ഭയങ്കര ഇഷ്ടായി. അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഷാർജയിലാണ് താമസം. അപ്പൊ എങ്ങനെയാ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് വരാൻ പറ്റുക? എനിക്ക് JV ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഫേസ്ബുക്കില്. ഞാനത് ഓൺ ആക്കിയിട്ടിരിക്കുക. JV ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പേജിൽ എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അത് കൂടാതെ നമുക്ക് info@ntvuae.com മെയിൽ അയച്ചാൽ നമ്മളെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ജ്യോതിയുടെ. അതെ, ഓക്കെ. ഞാൻ JV ക്രിയേഷൻസിൽ എന്തായാലും ഒരു മെയിൽ അയക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്തോളൂ അത്. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് a lot. ഓൾറൈറ്റ്. നമുക്ക് ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി വേറെ ഹാർട്ട് ഷേപ്പും ഉണ്ട് അല്ലേ? വേറെ ഒരു രീതിയിൽ കൂടെ നമുക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാം. ട്രയാങ്കിൾ ആയി ഹാർട്ടായി. ഇനി ഹാർട്ടിന്റെ വേറെ രീതിയാണ് കാണിക്കുന്നത് ജ്യോതി. നമുക്ക് ശരിക്കും ടൈറ്റ് കോയിൽസിൽ ഒരു ഷേപ്പും ടൈറ്റ് കോയിൽസിൽ ഈ രണ്ട് ഷേപ്പ്, പെറ്റൽ ഷേപ്പ് പിന്നെ ഐ ഷേപ്പ്, ആ രണ്ട് ഷേപ്പാണ് നമ്മൾ. കാരണം എന്ന് വെച്ചാൽ ടൈറ്റ് കോയില് കുറച്ച് ഹാർഡ് ആയിരിക്കും, നമുക്ക് അത് പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കാൻ. ഞാനിപ്പോ എന്താ ചെയ്യണ വെച്ചാല് 2 ടിയർ ഡ്രോപ്പ് ഷേപ്പ് ഉണ്ടാക്കാം. അടുത്ത ഹാർട്ട് ഷേപ്പിന് 2 ടിയർ ഡ്രോപ്പ് ഷേപ്പ്, 2 ടിയർ ഡ്രോപ്പ് സെയിം സൈസിലുള്ള 2 ടിയർ ഡ്രോപ്പ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ സെയിം സൈസിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ വെച്ചാല് ഒരു കോയിൽ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ അകത്തേക്ക് ഞാൻ ഈ കോയിലിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ അകത്തേക്ക് വെക്കും. അപ്പൊ ഈ സൈസിൽ വരും. അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് 2 ഷേപ്സ്, അതെ, ഈക്വൽ ആയിട്ടുള്ള ഷേപ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ കുറച്ച് വലുതായി. ഇത് പക്ഷെ ടൈറ്റ് ആണോ ജ്യോതി? അല്ല, ലൂസ് കോയിൽ ആണ്. ഓക്കെ. 2 ടിയർ ഡ്രോപ്പ് ലൂസ് കോയിൽസ് ഉണ്ടാക്കി ഞാൻ ഇതിനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും സൈഡ് ബൈ സൈഡ്. 2 ടിയർ ഡ്രോപ്പ് ഈ ഒരു ഷേപ്പിൽ വേറൊരു ഹാർട്ട് ഷേപ്പാണ് കാണിക്കുന്നത് ജ്യോതിയുടെ. അപ്പം ഈ ഒരു ഷേപ്പിൽ 2 ടിയർ ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെ ചെയ്യണം എന്ന് ജ്യോതി കാണിക്കുകയാണ് നമ്മളെ. ജ്യോതി, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ജ്യോതിയോട് സംസാരിച്ചോളൂ. ഹായ് വഹീന. ഹായ് ജ്യോതി. പറയൂ വഹീന. ഞാൻ കിഡ്സിന്റെ ഇത് കണ്ടിരുന്നു. അപ്പൊ അത് എങ്ങനെ ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി
ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. വീക്കെൻഡ്സ് ആണെങ്കിൽ ചെയ്യാം, അത് ദുബായിലാണെങ്കിൽ മാത്രം. ദുബായിലാണെങ്കിൽ ഞങ്ങൾ ഷാർജ താമസം. എവിടെ? ഷാർജയിലോ? അതെ. അപ്പൊ ഷാർജ സൈഡിലേക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് ഡെലിവറി ചെയ്യാവുന്നതാണ്. കിഡ്സിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അത് ഡീറ്റെയിൽസ് നിങ്ങൾ ഫേസ്ബുക്കിൽ അന്വേഷിച്ചാൽ മതി, ഞാൻ ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജ് ചെയ്ത് തരാം. അല്ലെങ്കിൽ info@tvui.com മെയിൽ അയച്ചാൽ നമ്മൾ പറയുന്നതായിരിക്കും ഡീറ്റെയിൽസ്. ഓക്കെ 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 താങ്ക്സ്. ഓൾ റൈറ്റ്. സോറി. ഹലോ. ഓൾ റൈറ്റ്. ഓക്കെ. സോ അപ്പൊ ഞാൻ 2 ടിയർ ഡ്രോപ്പ് ഉണ്ടാക്കി, അതിനെ സൈഡ് ബൈ സൈഡ് സ്റ്റിക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഹാർട്ട് ഷേപ്പ് കിട്ടിയതാ. നല്ലൊരു ഹാർട്ട് ഷേപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 2 ടിയർ ഡ്രോപ്പ് എടുത്ത് നമ്മൾ അത് സൈഡ് ബൈ സൈഡ് സ്റ്റിക്ക് ചെയ്തപ്പോൾ. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനല്ലേ പതിയെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു അതെ അതെ ജസ്റ്റ് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ മതിയാവും. അതെ. ഇതാണ് 2 ഹാർട്ട് ഷേപ്പ് ജ്യോതി ഇവിടെ കാണിച്ചു തന്നെ. 2 ഡിഫറെന്റ് ഹാർട്ട് ഷേപ്പ് ഉപയോഗിച്ച് ഞാനൊരു ഒരു ഫിംഗറിംഗ് ഉണ്ടാക്കി. ഓക്കെ, ഒന്ന് കാണിക്കോ അത്? ഈ ഹാർട്ട് ഷേപ്പ് ഉപയോഗിച്ചാണ് ഈ ഒരു ഫിംഗറിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകൂടി ഇപ്പൊ ജ്യോതി ഇവിടെ കാണിച്ച ഈ ഒരു ഹാർട്ട് ഷേപ്പ് തന്നെയാണ്, സൈസിന് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓൾറൈറ്റ്. അതുപോലെ തന്നെയാണ് അല്ലേ ഡിഫറെന്റ്. ഇതും ഒരു ഹാർട്ട് ഷേപ്ഡ് ആണ്. ഹാർട്ട് ഷേപ്പ് സെയിം ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസിൽ ചെയ്തിരിക്കുന്ന 2 ഹാർട്ട് ഷേപ്ഡ് ആണ്. ഹാർട്ട് ഷേപ്പ് റിങ്സ്, ഫിംഗർ റിങ്സ് ആണ് ഈ കാണുന്നത്. ഓൾ റൈറ്റ്. വേറെ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയ കാര്യങ്ങൾ. ടൈറ്റ് കോയിൽ, ലൂസ് കോയിൽ. പിന്നെ ടൈറ്റ് കോയിലിനെ പെറ്റൽ ഷേപ്പ് ആക്കാം, ഐ ഷേപ്പ് ആക്കാം. ലൂസ് കോയിലിന് ഹാർട്ട്, ട്രയാങ്കിൾ. അത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഷേപ്പ് വരുന്നത്. 4 സൈഡും ഒരേപോലെ പ്രസ് ചെയ്താൽ സ്ക്വയർ ആവും. നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ പ്രസ് ചെയ്താൽ അത് റെക്ടാംഗിൾ ആവും. നമുക്ക് വേണ്ടിയ അല്ലേ ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വേറെ ഏതെങ്കിലും ടെക്നിക്കിലൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് എംബ്രോയിഡറിയോ പെയിന്റിങ്ങോ അങ്ങനെ? പെയിന്റിങ്ങിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. എംബ്രോയിഡറിയുടെ കൂടെ ആയിട്ട് അത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് വാൾ ഫ്രെയിം ആക്കാനാണ് ഒരു എംബ്രോയിഡറി ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് യൂസ് ചെയ്യാം. അതായത് ടേബിളിലൊക്കെ വിരിക്കാനാണ് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, എന്റെ പേര് രമ്യ, ഞാൻ ഷാർജയിലാണ്. രമ്യ പറയൂ. ജ്യോതി, നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് രമ്യ. എസ്പെഷ്യലി ലാമ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ജ്യോതിനെ ഫേസ്ബുക്കിന്റെ പേജിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ അല്ലേ? ഫേസ്ബുക്ക് പേജിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ info@tvui.com കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, എസ്പെഷ്യലി ആ ലാമ്പ്, നമ്മുടെ അതെ ഇയറിംഗ്സ് എല്ലാം നല്ല ഭംഗിയുണ്ട്. Keep going. Thank you so much. Okay, bye. Bye. ഓൾറൈറ്റ്. അപ്പോൾ ഇതാണ് ഇന്ന് ക്വില്ലിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ക്വില്ലിംഗ്, ഇതിന് പറയുന്ന ക്വില്ലിംഗ്, പേപ്പർ ക്വില്ലിംഗ് അല്ലേ? പേപ്പർ ക്വില്ലിംഗ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സിമ്പിൾ ഗ്രീറ്റിംഗ് കാർഡ്സ്, അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ജ്യോതി നമുക്ക് ഇന്നിവിടെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജ്യോതി, താങ്ക്സ് എ ലോട്ട് ഇവിടെ വന്നതിന്, നമ്മുടെ പ്രേക്ഷകരായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തതിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, it's me, Sherin Sabu. Take care. Goodbye.